നമസ്കാരം. ഇന്നലെ ഒരു ഗംഭീര അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് ഇന്നലത്തെ ദിവസം വളരെയധികം ആകാംക്ഷഭരിതമായ ഒന്നാണെന്ന് പറയാം. എന്നാൽ ട്രോളുകൾ കൊണ്ടും നിറയുന്നു എന്ന് വേണം പറയാൻ. കാരണം അവരുടെ പ്രിയപ്പെട്ട മോഹൻലാൽ തന്നെയാണ്. കണ്ണപ്പ എന്ന തെലുങ്ക് സിനിമയിലെ മോഹൻലാലിന്റെ ലുക്ക് കഴിഞ്ഞ ദിവസം ഇവർ പുറത്തുവിട്ടിരുന്നു. മോഹൻലാൽ കണ്ണപ്പ എന്ന സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പോസ്റ്റർ വന്നപ്പോൾ തന്നെ ആദ്യം എല്ലാവരും കരുതിയത് ഏതെങ്കിലും ഹേറ്റേഴ്സോ മറ്റു നടന്മാരുടെ ആരാധകരോ ഒക്കെ ഉണ്ടാക്കിയ ഒരു പോസ്റ്റർ എന്നാണ്. അത്തരത്തിലൊരു രൂപവും രൂപമാറ്റവും ട്രാൻസിഷൻ ആയിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് സൈമ പോലെയുള്ള പലരും ഈ പോസ്റ്റർ പങ്കുവച്ചത്. അതോടെ ഇത് ഒറിജിനൽ ആണെന്നും എല്ലാവർക്കും ഇത് സത്യമാണെന്നും പതിയെ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. മലയാളികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു ലുക്ക് തന്നെയാണ് എന്ന് പറയാം. സൂര്യയുടെ ഈ അടുത്ത് പുറത്തിറങ്ങിയ കങ്കുവയുമായി ചെറിയൊരു സാമ്യമുണ്ടോ എന്നാണ് ആദ്യം മുതൽ പ്രേക്ഷകർ ചോദിക്കുന്നത്. കങ്കുവ കണ്ട ക്ഷീണം മാറിയില്ല, അതിനിടയിൽ അടുത്തത് വരുന്നോ എന്നുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട്. പ്രശസ്ത തെലുങ്ക് താരം വിഷ്ണു മഞ്ജു നായകനാകുന്ന ചിത്രമാണ് കണ്ണപ്പ. ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റർ ലുക്കും ഒക്കെ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ കത്തിക്കയറുകയായിരുന്നു എന്ന് പറയാം. വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ചെയ്തു. ചിത്രത്തിൽ കിരാത എന്ന കഥാപാത്രമായിട്ടാണ് ക്യാമിയോ റോളിൽ മോഹൻലാൽ സിനിമയിൽ എത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പാശുപതാസ്ത്രത്തിന്റെ അധിപനായ പുരാണത്തിലെ കിരാതൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു. വിഷ്ണു മഞ്ജുവിനെ പ്രധാന കഥാപാത്രമാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ് കണ്ണപ്പ. കണ്ണപ്പയിലെ മോഹൻലാലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഇപ്പോൾ ട്രോളണോ അത് സന്തോഷിക്കണോ കരയണോ എന്നുള്ള സംശയത്തിലാണ്. കിരാതയാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേരെന്ന് കൂടി അറിഞ്ഞപ്പോൾ കൂടുതൽ ടെൻഷനായി. കണ്ണപ്പ എന്ന സിനിമ ഇപ്പോൾ ട്രോളുകാർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. മോഹൻലാലിനെ കൂടാതെ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങിയവരും സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തുന്നു എന്ന് പറയുന്നുണ്ട്. ശിവനായി അക്ഷയ് കുമാറാണ് ചിത്രത്തിൽ എത്തുന്നതെന്നാണ് പറയുന്നത്. 100 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് യഥാർത്ഥ സംഭവം കഥയെ അടിസ്ഥാനമാക്കിയാണ് ഒരുങ്ങുന്നതെന്നും പറയുന്നു. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം 1976 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയുടെ സമർപ്പണം എന്ന നിലയിലാണ് ഒരുങ്ങുന്നത്. വിഷ്ണു മഞ്ജുവിന്റെ 7 വർഷത്തെ മുന്നൊരുക്കങ്ങൾക്കൊടുവിലാണ് കണ്ണപ്പ റിലീസിനൊരുങ്ങുന്നത്. ഹോളിവുഡ് ഛായാഗ്രഹൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത്. കെച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രഫി. ചിത്രം അടുത്ത വർഷം ഏപ്രിൽ 25 തിയേറ്ററുകളിൽ എത്തും. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള 24 ഫ്രെയിംസ് ഫാക്ടറി, AV എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് നിർമ്മാണം. ബോളിവുഡ് സംവിധാനവും നിർമ്മാതാവും മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ. മുകേഷ് കുമാർ സിംഗ്, വിഷ്ണു മഞ്ജു, മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം. മണിശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസ്യയുമാണ് സംഗീത സംവിധാനം. പ്രശസ്ത തെലുങ്ക് താരം വിഷ്ണു മഞ്ജു നായകനായ കണ്ണപ്പ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് എത്തിയതോടെയാണ് ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് കൂടുതലും എത്തുന്നത്. ചിത്രത്തിൽ കിരാത എന്ന കഥാപാത്രം കൂടിയായപ്പോൾ കിരാതയെ കുറിച്ച് എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. ഒരു അതിഥി വേഷത്തിൽ ക്യാമിയോ റോളിലാണ് മോഹൻലാൽ എത്തുന്നത്. പാശുപതാസ്ത്രത്തിന്റെ അധിപനായ പുരാണത്തിൽ കിരാതൻ എന്ന കഥാപാത്രമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും അതിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രം എഴുതിയതെന്നും പറയുന്നുണ്ട്. പോസ്റ്ററിലെ വാചകങ്ങൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. പാശുപതാസ്ത്രത്തിലെ പ്രവീണൻ, വിജയികൾക്കും വിജയൻ, വനത്തിലെ കിരാത പ്രതിഭ എന്നാണ് പോസ്റ്ററിൽ വാചകങ്ങൾ പറയുന്നത്. മോഹൻലാൽ അസ് കിരാത ഇൻ കണ്ണപ്പ എന്ന് എഴുതി കാണിച്ചപ്പോൾ ആദ്യമൊക്കെ ട്രോളെന്ന് തോന്നിയെങ്കിലും പിന്നീട് അസത്യമാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി. 2025 പുറത്തിറങ്ങാൻ പോകുന്ന ഈ ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ഒക്കെ തന്നെയും നേരത്തെ പുറത്തിറങ്ങിയ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും ട്രിബ്യൂട്ട് ആണെന്നും പറയുന്നുണ്ട്. ബോളിവുഡ് സംവിധായകന്റെയും നിർമ്മാതാവിൻ മുകേഷ് കുമാർ സിംഗിന്റെയും തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണെന്നുള്ളത് വളരെയധികം ആവേശകരമായ കാര്യമാണെന്ന് പറയാം.